ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുഖാലു ലി സാഹിബിൽ ഖുർആനി ഇഖ്റ വർതഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ് ദുനിയ ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ. ഖുർആനിൻ്റെ ആളോട് അഥവാ ഖുർആനിനെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി സ്വീകരിച്ച് നിരന്തരം ഖുർആൻ പാരായണം ചെയ്ത് അത് പഠിച്ച് ഖുർആൻ അനുസരിച്ച് ജീവിച്ച ഒരാൾ, അങ്ങനെയുള്ള ഒരാൾക്കാണ് സാഹിബുൽ ഖുർആൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഖുർആനിൻ്റെ കൂട്ടുകാരനോട് മഹ്ശറിൽ വെച്ച് പറയപ്പെടും, നീ ഖുർആൻ ഓതിക്കൊണ്ട് സാവകാശത്തിൽ ദുനിയാവിൽ വെച്ച് ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നീ വളരെ ഭംഗിയായി ഖുർആൻ ഓതിയതുപോലെ ഇവിടെ നിന്നും നീ ഖുർആൻ ഓതുക. സ്വർഗത്തിലെ നിൻ്റെ സീറ്റ്, സ്വർഗത്തിലെ നിൻ്റെ സ്ഥാനം, അത് നീ ഓതുന്ന അവസാനത്തെ ആയത്ത് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ്. അപ്പോൾ സ്വർഗത്തിലെ ദറജകൾ പോലും ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്കനുസരിച്ചാണ് എന്ന് പല മഹാന്മാരും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഓരോ ആയത്തുകൾ ഓതുമ്പോഴും അവിടെ സ്വർഗലോകത്ത് ദറജകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ദറജകൾ വർദ്ധിപ്പിക്കപ്പെടുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ എത്രമാത്രം ഹിഫ്ളുണ്ടോ, എത്രമാത്രം ആയത്തുകൾ നമുക്കറിയാമോ, അത്രമാത്രം ഔന്നിത്യവും ഉയർന്ന പദവിയും സ്വർഗലോകത്ത് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഹിഫ്ളാക്കുക, ചെറിയ ചെറിയ സൂറത്തുകൾ ഹിഫ്ളാക്കുക, പിന്നീട് അത് കഴിഞ്ഞാൽ വലിയ സൂറത്തുകൾ ഹിഫ്ളാക്കുക. അതിലൂടെ നമുക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മസലുല്ലദീ യഖറഉൽ ഖുർആന വഹുവ ഹാഫിളുൻ ലഹു മഅസ്സഫറത്തിൽ കിറാം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് ഹിഫ്ളാക്കുകയും ചെയ്യുന്ന ആളുകൾ മാന്യന്മാരായ വഹീൻ്റെ സന്ദേശവാഹകരായ മലക്കുകളുടെ കൂടെയായിരിക്കുമെന്നാണ്. വമസലുല്ലദീ യഖറഉൽ ഖുർആന വഹുവ യതആഹദുഹു വഹുവ അലൈഹി ഷദീദുൻ ഫലഹു അജ്റാൻ. എന്നാൽ ഖുർആൻ പ്രയാസപ്പെട്ടുകൊണ്ട്, അത്രയൊന്നും ഖുർആനിൽ നൈപുണ്യമില്ലാത്ത ആളുകൾ, എന്നാലും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രയാസപ്പെട്ട് ഖുർആൻ ഓതുന്ന ആളുകൾ, അവർക്ക് 2 പ്രതിഫലമുണ്ട്. അപ്പോൾ ഖുർആനിൽ നല്ല കഴിവുള്ള, നൈപുണ്യമുള്ള, ഖുർആനിൽ ഹിഫ്ളുള്ള മാഹിറുകളായ ആളുകൾക്ക് മലക്കുകളുടെ കൂടെ അഥവാ സന്ദേശവാഹകരായ മലക്കുകളുടെ കൂടെ അവർക്ക് പരലോകത്ത് കഴിയാൻ സാധിക്കുമെന്നാണ്. അത് ഏറ്റവും വലിയൊരു ദറജയാണ്, ഉന്നതരായ മലക്കുകൾ. ആ മലക്കുകളിൽ തന്നെ വഹീൻ്റെ വാഹകർ എന്ന് പറയുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അങ്ങനെയുള്ള മലക്കുകളുടെ കൂടെയായിരിക്കും പരലോകത്ത് അവർ ഉണ്ടാവുക. കാരണം അവർ പരിശുദ്ധ ഖുർആനിൽ നല്ല അറിവും ഹിഫ്ളുമുള്ളവരാണ്. ഇനി പ്രയാസപ്പെട്ടുകൊണ്ട് ഓതുന്ന ആളുകൾക്ക് പോലും ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഇതാർക്കുള്ളതാണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. നന്നായി ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണം. അങ്ങനെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ രേഖപ്പെടുത്തുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, യജീഉ സാഹിബുൽ ഖുർആനി യൗമൽ ഖിയാമ. ഖുർആനിൻ്റെ ആള് ഖിയാമത്ത് നാളിൽ വരും. അഥവാ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന, ഖുർആനിന് വളരെ വലിയ പരിഗണന ജീവിതത്തിൽ നൽകിയ ആളുകൾക്കാണ് സാഹിബുൽ ഖുർആൻ എന്ന് പറയുന്നത്. അവർ ഖിയാമത്ത് നാളിൽ വന്നാൽ പരിശുദ്ധ ഖുർആൻ അവർക്ക് വേണ്ടി നടത്തുന്ന ശുപാർശ നോക്കൂ. ഫയഖൂലുൽ ഖുർആനു യാ റബ്ബി ഹല്ലിഹി ഫയുൽബസു താജൽ കറാമ. അല്ലാഹുവേ, ഈ വ്യക്തിക്ക് നീ ആദരവിൻ്റെ ആഭരണങ്ങൾ, ആദരവിൻ്റെ വസ്ത്രം എല്ലാം നീ അണിയിക്കണമേ എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനോട് ശുപാർശ പറയും. അപ്പോൾ കറാമത്തിൻ്റെ കിരീടം, മാന്യതയുടെ, ആദരവിൻ്റെ, ബഹുമാനത്തിൻ്റെ കിരീടം അള്ളാഹു ആ വ്യക്തിയെ അണിയിക്കും. മറ്റുള്ളവരിൽ നിന്ന് ഖുർആനിൻ്റെ ആളുകൾ അന്ന് ആ കിരീടം കൊണ്ട് വേറിട്ട് നിൽക്കുമെന്നാണ്. സുമ്മ യഖൂലു, വീണ്ടും ഖുർആൻ ശുപാർശ പറയും, യാ റബ്ബി സിദ്ഹു യാ റബ്ബി ഇർള അൻഹു ഫയർള അൻ. അള്ളാഹുവേ, നീ ഈ വ്യക്തിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, ഈ വ്യക്തിയെ നീ തൃപ്തിപ്പെടണമേ എന്ന് ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയും. അങ്ങനെ ഫയർള അൻഹു, ആ വ്യക്തിയെ അള്ളാഹു തൃപ്തിപ്പെടും. വയുഖാലു ലഹു ഇഖ്റ വർഖ വയസ്ദാദു ബികുല്ലി ആയത്തിൻ ഹസന. ഖുർആൻ ഓതിക്കൊണ്ട് സ്വർഗത്തിൻ്റെ ദറജയിൽ കയറിപ്പോകാൻ വേണ്ടി പറയും. അങ്ങനെ ആ വ്യക്തി സ്വർഗത്തിൻ്റെ ദറജകളിൽ കയറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ ആയത്തിനും ഓരോ ഹസനത്ത് എന്നുള്ള നിലക്ക് സ്വർഗത്തിൻ്റെ ദറജയിൽ അങ്ങനെ കയറിപ്പോകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അപ്പോൾ
കറാമത്തിൻ്റെ കിരീടവും ആഭരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം അണിയിച്ചുകൊണ്ട് നാളെ മഹ്ശറുൽ ഖിയാമത്ത് നാളിൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ പരിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾക്കുള്ളതാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഖുർആനിൻ്റെ ആളുകൾക്ക് അവരുടെ മാതാപിതാക്കളെപ്പോലും അള്ളാഹു വലിയ ആദരവ് നൽകുമെന്നാണ്. വയുക്സ വാലിദാഹു ഹുല്ലതൈനി ലാ യുഖവ്വമു ലഹുമാ അഹ്ലുദ് ദുനിയ ഫയഖൂലാനി ബിമ കുസീനാ ഹാദാ ഫയുഖാലു ബി അഖ്ദി വലദിക്കുമുൽ ഖുർആൻ. ഖുർആനിൻ്റെ ആളുകൾ, ഖുർആനിൻ്റെ പഠിതാക്കൾ, ഖുർആൻ അനുസരിച്ച് ജീവിച്ചവർ അവരുടെ മാതാപിതാക്കൾക്ക് വളരെ വിലയേറിയ ദുനിയാവിലെ ഒരു വിഭവങ്ങളും തുല്യമായി നിൽക്കാത്ത അത്രയും ഉന്നതമായ 2 ആഭരണങ്ങൾ അള്ളാഹു അണിയിച്ചു കൊടുക്കുമെന്നാണ്. അപ്പോൾ അവർ ചോദിക്കും, എന്തിനാണ് ഞങ്ങൾക്കിത് നൽകപ്പെട്ടത്? അപ്പോൾ പറയും, ബി അഖ്ദി വലദിക്കുമൽ ഖുർആൻ, നിൻ്റെ മക്കൾ ഖുർആൻ പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ നാം സ്വയം ഖുർആൻ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുകയും നമ്മുടെ മക്കളെ കൂടി ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്താൽ അതും നമുക്ക് നാളെ പരലോകത്ത് വലിയ ഉയർച്ചയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് നമ്മളും ഖുർആൻ പഠിക്കണം, നമ്മുടെ മക്കളെയും ഖുർആൻ പഠിപ്പിക്കണം. അങ്ങനെ ഖുർആനിലൂടെ ഔന്നിത്യമുള്ള ആളുകളായി തീരുക. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ ദയനീയമായൊരവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ, ആളുകൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. മറ്റു വായനകളാണ് അവർക്കിഷ്ടം. പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകളും അതേപോലെ തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, അതേപോലെയുള്ള സന്ദേശ സംവിധാനങ്ങളൊക്കെ വരികയും മീഡിയയുടെ ഒരു അതിപ്രസരമുണ്ടാവുകയും ചെയ്തപ്പോൾ, അതേപോലെ തന്നെ ദുനിയാവിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ആ ഒരു പ്രവണത കൂടുതൽ വർദ്ധിച്ചു വന്നപ്പോൾ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും അത് ഹിഫ്ളാക്കുകയും ചെയ്യുന്ന ആളുകൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. പലപ്പോഴും ജീവിതത്തിൽ ഖുർആൻ തന്നെ ഓതി നോക്കാത്ത, ഖുർആൻ നോക്കി ഓതാൻ പോലും അറിയാത്ത മുസ്ലിമീങ്ങളാണ് ധാരാളമായിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുന്നത്? അതുകൊണ്ട് ഖുർആൻ കൊണ്ടുള്ള ഒരു ഔന്നിത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ബറക്കത്താണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശമുണ്ടാകും. ഖുർആൻ പഠിച്ചതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കൊരു വെളിച്ചമുണ്ടാകും. നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകും. നമ്മുടെ സമ്പത്തിലും കച്ചവടത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ ബറക്കത്തുണ്ടാകും. എല്ലാ ബറക്കത്തുകളുടെയും ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കിതാബിനെ നമ്മൾ പരിഗണിക്കലാണ്. അതനുസരിച്ചുള്ള ജീവിതമാണ്.